പത്മരാജന്റെ ഏറ്റവും ശക്തമായ കഥകളിലൊന്നാണ് മഴ. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതും ആ കഥയെക്കുറിച്ചാണ്. ഇത് വെറുതെ പെയ്യുന്നൊരു മഴയുടെ കഥയല്ല കേട്ടോ, മറിച്ച് ഒരാളുടെ ഉള്ളിൽ അടക്കിവെച്ചൊരു ഭ്രാന്തിന്റെ അല്ലെങ്കിൽ തീവ്രമായൊരിഷ്ടത്തിന്റെ കഥയാണ്. ഈ വരികൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും, പത്മരാജൻ കാണുന്ന മഴ നമ്മൾ കാണുന്ന പോലെയല്ല, അല്ലേ? ഇവിടെ മഴയ്ക്ക് ജീവനുണ്ട്. ചിറകുകളൊക്കെ വിരിച്ച് പറന്നുവരുന്ന ഒരു കഴുകനെ പോലെ അത് നമ്മുടെ കഥാനായകനെ പുറത്തേക്ക് വിളിക്കുകയാണ്. അപ്പോ ഈ കഥയുടെ തുടക്കം കുട്ടിക്കാലത്ത് നിന്നാണ്. അവിടെയാണ് മഴയോടുള്ള അവന്റെ ഈ അടങ്ങാത്ത ഇഷ്ടം ആദ്യമായിട്ട് മുതിർന്നവരുടെ ലോകവുമായി ഒന്ന് ഏറ്റുമുട്ടുന്നത്. ഇവിടെ നോക്കൂ, ഇതാണ് കഥയിലെ പ്രധാന പ്രശ്നം. ഒരു വശത്ത് മഴയത്തെ കളിക്കുന്നത് ആ കുട്ടിക്ക് വലിയ സന്തോഷമാണ്, ഒരു ആഘോഷം പോലെയാണ്. പക്ഷേ അവന്റെ അമ്മയ്ക്ക് അതൊരു പേടിയാണ്, ഒരു ശല്യമാണ്. പനി പിടിച്ചാലോ എന്ന പേടി. അപ്പോ സ്വാഭാവികമായും എന്ത് സംഭവിക്കും? മഴയോടുള്ള ഇഷ്ടമില്ലാതാവുകയല്ല ചെയ്യുന്നത്, പകരം അത് പതിയെ പതിയെ ഒരു രഹസ്യമായി മാറുകയാണ്, മറ്റുള്ളവരിൽ നിന്ന് ഒളിപ്പിക്കേണ്ട ഒന്ന്. അവൻ വളർന്നു വലുതാകുന്തോറും ഈ ഒളിപ്പിച്ചുവെച്ച ഇഷ്ടം രാത്രിയിലുള്ള ഓരോ രഹസ്യാനുഷ്ഠാനങ്ങളായി മാറുന്നു. ശരിക്കും പറഞ്ഞാല് ഈ വിലക്കുകളുടെ ലോകത്തോടുള്ള അവന്റെ ഒരു തരം ചെറുത്തുനിൽപ്പായിരുന്നു അത്. അവൻ ചെയ്യുന്നത് എന്താണെന്ന് നോക്കിക്കേ. രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ ആദ്യം പതിയെ സാക്ഷിയിളക്കും, പിന്നെ ഒട്ടും ഒച്ചയുണ്ടാക്കാതെ പുറത്തിറങ്ങും, ഇരുട്ടിലൂടെ നടന്ന് അവസാനം ആരും കാണാതെ മതിൽ ചാടും. എന്തിനാണെന്നോ? വെറുതെ മഴ നനയാൻ. അവന്റെ ജീവിതം മുഴുവൻ ഇങ്ങനെയായിരുന്നു. മഞ്ഞത്തിറങ്ങരുത്, കാറ്റത്ത് നടക്കരുത്, വെയിലാണെങ്കിൽ കുടയെടുക്കണം, മഴ കൊണ്ടാൽ പനി പിടിക്കും. ഈ മുന്നറിയിപ്പുകൾക്കിടയിൽ അവൻ ശരിക്കും ഒരു തടവുകാരനെപ്പോലെയായി. ഒന്ന് ആലോചിച്ചു നോക്കൂ, ഈ സത്യം അവൻ ആരോടെങ്കിലും പറഞ്ഞിരുന്നെങ്കിലോ? ഞാൻ വെറുതെ മഴ കൊള്ളാൻ വേണ്ടിയാണ് ഈ പാതിരാത്രി മതിൽ ചാടിയതെന്ന് എന്ത് പേരായിരിക്കും ആളുകൾ അവന് കൊടുക്കുക? അതെ, ഈ ഒരൊറ്റ പേര്, ഭ്രാന്തൻ. ആ വിളി കേൾക്കാനുള്ള പേടികൊണ്ടാണ് അവന്റെ ഇഷ്ടം കൂടുതൽ കൂടുതൽ രഹസ്യമായി മാറുന്നതും അവൻ കൂടുതൽ ഒറ്റപ്പെട്ടു പോകുന്നതും. അങ്ങനെ ആകെ ഒറ്റപ്പെട്ടു നിൽക്കുമ്പോഴാണ് അവൻ പ്രപഞ്ചത്തോട് ഒരു സഹായം ചോദിക്കുന്നത്, ഒരു പ്രാർത്ഥന പോലെ. ഇത് കഥയുടെ ഒരു വലിയ വഴിത്തിരിവാണ്. എന്തൊരു സങ്കടമുള്ള ചോദ്യമാണല്ലേ! താൻ ഒറ്റയ്ക്കല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഒരു കരച്ചിലായിരുന്നു അത്. അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടി. ഒരു രാത്രി നല്ല മഴയത്ത് അവൻ ഇരുട്ടില് മറ്റൊരാളെ കാണാണ്. അവനെപ്പോലെ തന്നെ മഴയെ സ്നേഹിച്ച് അതിലിറങ്ങി നടക്കുന്ന ഒരാള്. അത് അവന്റെ ഹോസ്റ്റലിലെ തന്നെ അധികം സംസാരിക്കാത്ത സുധീന്ദ്രനായിരുന്നു. ആ നിമിഷം അവന് തോന്നുകയാണ്, തനിക്ക് തന്റെ ഗുരുവിനെ കിട്ടിയിരിക്കുന്നു, തന്റെ ഈ ഭ്രാന്തിൽ ഒരു കൂട്ടാളിയെ കിട്ടിയിരിക്കുന്നു. അവിടെ അവർക്കിടയിൽ പറയാതെ തന്നെയുള്ള ഒരു ബന്ധം തുടങ്ങുകയാണ്. അങ്ങനെ ഒരു രാത്രി മുഴുവൻ ഒരുമിച്ച് മഴ നനഞ്ഞതിനു ശേഷം അവൻ സുധീന്ദ്രനോട് നേരിട്ട് ചോദിച്ചു, നിങ്ങൾക്കും എന്നെപ്പോലെ മഴ ഇത്രയ്ക്കിഷ്ടമാണോ? ജീവിതകാലം മുഴുവൻ അവൻ കേൾക്കാൻ ആഗ്രഹിച്ചൊരുത്തരത്തിനായി കാത്തിരിക്കുകയാണ്. പക്ഷേ സുധീന്ദ്രൻ നേരിട്ടൊരു ഉത്തരം കൊടുത്തില്ല. പകരം ഇങ്ങനെ ഒരു നിഗൂഢമായ വാഗ്ദാനം നൽകി. ഇത് കേട്ടതോടെ അവന്റെ ആകാംക്ഷ കൂടി. എന്തായിരിക്കും ആ രഹസ്യം? അടുത്ത രാത്രി അവൻ കാത്തിരുന്ന മഴയെത്തി. പക്ഷേ അതൊരു സാധാരണ ചാറ്റൽ മഴയൊന്നും ആയിരുന്നില്ല. അതൊരു ഭയങ്കരമായ, ഒരുപക്ഷേ ആ വർഷത്തെ അവസാനത്തെ കൊടുങ്കാറ്റായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ കൊടുങ്കാറ്റ്, എല്ലാം മാറ്റിമറിക്കാൻ പോകുന്ന ഒരു രാത്രി. അന്ന് രാത്രി ഹോസ്റ്റലിന്റെ ഗേറ്റുകളൊക്കെ തുറന്നു കിടക്കുകയായിരുന്നു. വാച്ച്മാൻ ഇല്ല. എല്ലാവരും എവിടെ പോയി? എല്ലാവരും കടപ്പുറത്തേക്ക് ഓടിയിരിക്കുകയാണ്. ഞെട്ടിക്കുന്ന വാർത്ത വന്നു. സുധീന്ദ്രൻ, ആ രഹസ്യം പറയാനിരുന്നവൻ, കടലിൽ മുങ്ങിമരിച്ചിരിക്കുന്നു. ജലാശയങ്ങളെ ഇത്രയധികം സ്നേഹിച്ചവൻ അവസാനം അതിൽ തന്നെ ഇല്ലാതായി. സുധീന്ദ്രന്റെ മരണത്തോടെ അതുവരെ ഒരു അനുഗ്രഹം പോലെ അവൻ കൊണ്ടുനടന്ന ആ മഴയോടുള്ള ഇഷ്ടം അവനൊരു പേടി സ്വപ്നമായി മാറി. ഒരു ഭീകരമായ ശാപം പോലെ അവന് തോന്നിത്തുടങ്ങി. പിന്നെ സംഭവിച്ചത് ഇതാണ്. അവൻ ജനലുകളെല്ലാം കുട്ടിയടച്ചു, വാതിലിന്റെ സാക്ഷിയിട്ടു, എന്നിട്ട് ആ മഴയൊന്ന് നിർത്തണേന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നോക്കൂ, ഏതൊരു പൂട്ടിൽ നിന്നും ചുവരിൽ നിന്നും അവൻ രക്ഷപ്പെടാൻ ശ്രമിച്ചോ, അതേ പൂട്ടുകൾക്ക് പിന്നിൽ അവൻ സ്വയം ഒളിക്കുകയാണ്. ഈയൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് പത്മരാജൻ ഈ കഥ അവസാനിപ്പിക്കുന്നത്. തന്റെ കൂടെയുണ്ടായിരുന്ന ആ ഒരാൾ കൂടി ഇല്ലാതായപ്പോൾ അവൻ എന്നേക്കുമായ ആ മുറിക്കുള്ളിൽ ഒതുങ്ങിക്കൂടിയോ, അതോ മഴയുടെ വിളി അവനെ വീണ്ടും പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുമോ?